ചെറുപ്പത്തിലൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിൻ്റെ ഒരാളാണ് കേട്ടോ. പിന്നെ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ എത്തിയ സമയത്ത് പിന്നെ നമുക്ക് ലൈബ്രറി സ്റ്റോപ്പ് ചെയ്തേ. പിന്നെ അത് കഴിഞ്ഞിട്ട് +1 ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രം കിട്ടേണ്ട ഒരു സാധനമായിരുന്നു ഈ ലൈബ്രറി എന്ന് പറയുന്നത്. അത് എനിക്കാണെങ്കിൽ അന്ന് കാർഡ് കിട്ടിയതുമില്ല. അങ്ങനെ ഒരു ക്ഷമയുടെ കാർഡൊക്കെ വാങ്ങിച്ചതിന് പിന്നെ അതെന്തോ എനിക്കങ്ങനെ വായന കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്കെൻ്റെ വായനയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പിന്തിരിഞ്ഞാണ് വായിക്കാൻ പാടില്ല അങ്ങനെ എനിക്ക് പുസ്തകം മര്യാദക്കൊന്ന് എവിടെ ഇരുന്ന് വായിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇന്നിപ്പോൾ ഫോൺ കാണുമ്പോൾ എല്ലാവരും സ്വീപ്പാക്കൂലേ, അതേപോലെ കേട്ടോ. ഫോൺ ഭയങ്കര ഡേഞ്ചറാണ്, പക്ഷെ വായന എന്ന് പറയുന്നത് വളരെ മനോഹരമാണെന്ന് കാലങ്ങൾക്ക് ശേഷമാണ് ആൾക്കാർക്ക് ബോധ്യമാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ റീസെൻ്റ്ലി ഭയങ്കര ഹൈപ്പുള്ളൊരു പുസ്തകം കണ്ടിട്ടുണ്ടായിരുന്നു, ഖദീജ എന്ന് പറഞ്ഞൊരു പുസ്തകം. അപ്പോൾ ആ ഖദീജ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വായിച്ചു നോക്കണം. അതിൽ പലരും പറയുന്നുണ്ട് അതിലെ പല കഥാപാത്രങ്ങളും നമ്മളായിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ലൈഫ് അങ്ങനെ ആയിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നതായിട്ട് കേട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാനത് വായിച്ചു വെക്കിയത്. കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു കാലങ്ങൾക്ക് ശേഷം നമ്മൾ വായിക്കുമ്പോൾ വായിക്കാൻ ഒരുപാട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ പ്രത്യേകിച്ച് സ്ക്രീൻ ഉപയോഗിച്ചിക്കാണ്ട് ഒരു പുസ്തകം വായിക്കാൻ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് വായിക്കുക ഉറങ്ങും, പിന്നെ വായിക്കുക ഉറങ്ങും, എന്തോന്നറിയില്ല. ആദ്യത്തെ അത്ര ഇൻട്രസ്റ്റോട് കൂടെ വായിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ അങ്ങനെ വായിക്കുന്നതുകൊണ്ടാണെന്നൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഖദീജ വായിച്ച സമയത്ത് പലരും ഹൈപ്പിട്ട് അതേപോലെ നമ്മൾ ഇമോഷനാവും രീതിയിൽ വായിച്ചതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഫസ്റ്റിലൊന്നും തോന്നിയില്ല, ഒരു നോർമലായിട്ട് തോന്നിയതുള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് സങ്കടം വരുന്ന അല്ലെങ്കിൽ ഓവർ സന്തോഷം വരുന്ന ഒരു സിറ്റുവേഷൻസും എനിക്ക് തോന്നിയില്ല. അങ്ങനെ ആ ഒരു കഥാകാരന് നമ്മൾ പിടിച്ചിരുത്തിയൊരു സമയം എന്ന് പറയുന്നത് ഏറ്റവും എൻഡിങ്ങിൽ വസൂരി വന്നിട്ടുണ്ടല്ലോ, ഖദീജയെ ഒരു റൂമിൽ അടക്കം അത്രയും സ്നേഹിക്കപ്പെടുന്ന ആൾക്കാർക്ക് പരസ്പരം കാണാനോ ഹഗ് ചെയ്യാനോ സംസാരിക്കാൻ പറ്റും, പക്ഷേ ഒന്ന് ചേർത്ത് പിടിക്കാനോ പറ്റാത്തൊരു സിറ്റുവേഷനിൽ റൂമിൽ അടക്കപ്പെട്ട് അതിന് ചികിത്സ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അരികേക്ക് ആരും പോകണ്ടെന്ന് പറഞ്ഞിട്ട് പ്രിയതമൻ വന്ന് ഇരിക്കുന്നു. അതിന് വേറെ എടുക്കുമെന്ന് പോകേണ്ട സമയത്ത് ആ ഖദീജ എന്നൊരു വ്യക്തി അവിടെ മരിക്കുകയാണ്. ആ മരിച്ചിട്ട് എൻ്റെ ആത്മാവാണ് ചുറ്റിലും നടന്നിട്ട് അബൂഖാനെ സമാധാനിപ്പിക്കാനും മക്കളോട് ആശ്വാസം പറയാനും അങ്ങനെ പലതും ശ്രമിച്ചിട്ട് കഴിയാതെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതാണ് എന്നെ ശരിക്കും ഇരുന്ന് ചിന്തിപ്പിച്ചതും എന്നെ ഏറെ കരയിപ്പിച്ചതും. കാരണം നമ്മളൊരിക്കലും മരിച്ചു പോകില്ലേ, ആ മരിച്ചു പോകേണ്ട സമയത്ത് നമുക്ക് എല്ലാവരോടും ഇതേപോലെ സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ ആത്മാവ് ഇതുപോലെ നടക്കുമായിരിക്കില്ലേ. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ സംഭവിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത്. പിന്നെയെന്ന് വെച്ചാൽ ഓരോ പുസ്തകമോ അല്ലെങ്കിൽ വായിക്കുന്നവൻ്റെ മനസ്സനുസരിച്ചും അതിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചായിരിക്കും അത് നമുക്ക് ഹേർട്ട് ആവലും ഫീൽ ആവലൊക്കെ. പക്ഷെ എനിക്ക് അതിലൊരു ഇമോഷൻ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ എൻഡിങ് പോയിന്റിലായിരുന്നു. അപ്പോൾ എന്തായാലും എന്താ പറയുക, റൈറ്റർ നസീഫ് എന്ന് പറയുന്ന ആൾ വളരെ നല്ല ബ്രില്യൻ്റ് ആണ്. കാരണം എന്നെ വായിച്ചെത്തിച്ചിട്ട് ഒന്നുമില്ലാത്ത രീതിയിൽ എന്നെ വിട്ടില്ല. ലാസ്റ്റ് ആ ഒരു സംഭവം എനിക്ക് അന്ന് കിട്ടുന്നുണ്ടായി.